ഹലോ റെയിൽവേയുടെ RRB JE എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് സമയങ്ങളായിട്ട് ഇങ്ങനെ ഒരു നോട്ടീസ് നമ്മുടെ പല ടെലഗ്രാം ചാനലുകളും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് റെയിൽവേയുടെ വെബ്സൈറ്റുകളിലൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ചും റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ BTech അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വേണ്ട RRB JE എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് നോട്ടീസ് അപ്ഡേറ്റ് ആണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു PDF പോസ്റ്റ് ആയിരിക്കും നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഒഫീഷ്യലി ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതൊരു ഫേക്ക് ആണോ അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ എന്ന് പലർക്കും സംശയം ഉണ്ടാവും. എന്നാലും നിങ്ങളുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ RRB JEയുടെ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു PDF ആണിത്. RRB ജൂനിയർ എഞ്ചിനീയറിന്റെ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട PDF ആണ്. അപ്പോൾ വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ്. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം സോണിൽ ഉൾപ്പെടെയുള്ള സദേൺ സോണിലൊക്കെ എത്രത്തോളം വേക്കൻസി ഉണ്ടെന്ന് ഈ PDF പറയുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ RRB JE നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നുണ്ട് ഒരു ഇൻഫർമേഷൻ ആണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനകത്ത് തന്നെ പോസ്റ്റ് വൈസ് ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എത്രയാണെന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ സേഫ്റ്റി ആൻഡ് നോൺ സേഫ്റ്റി കാറ്റഗറിയുടെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് 7346 വേക്കൻസീസ് ആണ് ഇവിടെ പറയുന്നത്. ഇനിയും ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റിന്റെ വേക്കൻസീസ് 398, അതുപോലെ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി 150, കെമിക്കൽ സൂപ്പർവൈസർ 5 വേക്കൻസിയും മെറ്റലർജിക്കൽ സൂപ്പർവൈസർ 12 വേക്കൻസിയും, അങ്ങനെ ടോട്ടൽ 7911 വേക്കൻസീസ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ടെക്നിക്കൽ പരീക്ഷയാണ്. അതായത് ബിടെക് ഗ്രാജുവേറ്റ്സിനും അതുപോലെ ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഒക്കെ എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ്, അല്ലാതെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ളൊരു പരീക്ഷയല്ല. അപ്പോൾ ടെക്നിക്കൽ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 7911 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് വളരെ വലിയൊരു നമ്പറാണെന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. നിങ്ങൾക്ക് ബാക്കിയുള്ള പരീക്ഷകളുടെയൊക്കെ വേക്കൻസീസിൻ്റെ കൗണ്ട് നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി വളരെ വലിയ നമ്പറാണ്. ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിച്ച കഴിഞ്ഞവർക്കൊക്കെ നാട്ടിലൊരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് ക്ലിയർലി പഠിച്ചു കൊടുക്കുക. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ഗവൺമെൻറ് സർവീസിൽ നിങ്ങൾക്ക് ജോലി വേണം എന്ന് നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം എളുപ്പത്തിൽ എന്നും കൂടി പറയാം. കാരണം ഇത്രയും നല്ല വേക്കൻസി ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ കയറി എത്താൻ വളരെ എളുപ്പമുള്ള ഒരു എക്സാം ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഇത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ള എഞ്ചിനീയറിംഗ് പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു പരീക്ഷ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എളുപ്പമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ജൂനിയർ എഞ്ചിനീയർ സേഫ്റ്റി കാറ്റഗറി RRB സോൺ വൈസ് ഉള്ള നമ്മുടെ വേക്കൻസീസിൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് നോക്കാം. സെൻട്രൽ സോൺ, അതിനകത്ത് ബിലാസ്പൂർ, മുംബൈ, ഇങ്ങനെ പല സോൺ വൈസ് RRBയുടെ ഡിഫറൻറ്റ് RRBസിലുള്ള വേക്കൻസീസ് ആണ് കാണുന്നത്. നമുക്കിവിടെ പ്രത്യേകിച്ചും ട്രിവാൻഡ്രം സോണിൻ്റെ വേക്കൻസീസ് ഇവിടെ നോക്കാം. ഇവിടെ താഴെ കാണാം സദേൺ സോണിലെ ചെന്നൈ ട്രിവാൻഡ്രം. ചെന്നൈയിൽ 431 വേക്കൻസീസും ട്രിവാൻഡ്രം സോണിൽ 121 വേക്കൻസീസാണ്. അങ്ങനെ ടോട്ടൽ 552 വേക്കൻസീസാണ് ആ ഒരു സേഫ്റ്റി കാറ്റഗറിയിൽ പറയുന്നത്. സേഫ്റ്റി കാറ്റഗറിയിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ഇത്രയും നമ്പേഴ്സാണ്. ഇനി ഇതുപോലെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ് അങ്ങനെയുള്ള പോസ്റ്റുകളുടെയൊക്കെ വേക്കൻസീസ് സോൺ വൈസ് തന്നെ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ വേക്കൻസീസും നമുക്ക് ടോട്ടൽ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് സദേൺ ചെന്നൈയിലാണ് വേക്കൻസി ഉള്ളത്. 87 പോസ്റ്റുകൾ, 87 JEക്ക് സേഫ്റ്റി കാറ്റഗറിയിൽ 87 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ചെന്നൈയിൽ പിന്നീട് വരുന്ന 16, 22 ടോട്ടൽ 125 വേക്കൻസീസ് ആണ് അവിടെ ചെന്നൈ സോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേക്കൻസീസ്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു നോട്ടീസ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കി മനസ്സിലാക്കാം. ഇത് ഒഫീഷ്യലി റെയിൽവേയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തൊരു ഇൻഫർമേഷൻ അല്ല എന്ന് എടുത്ത് പറഞ്ഞോട്ടെ. അപ്പോൾ ഇങ്ങനൊരു അപ്ഡേറ്റ് നിങ്ങളോട് തരുന്നത് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നേരത്തെ അവയറായിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാനോ തെറ്റായ ഒരു ഇൻഫർമേഷൻ പ്രകടിപ്പിക്കാനോ അല്ല. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഓക്കെ, താങ്ക് യു.